നമസ്കാരം സർ. നമസ്കാരം. സർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന കേസിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അതെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ജഡ്ജ്മെന്റിന്റെ വിശദാംശങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്തൊക്കെയായിരിക്കാം കോടതി പരിഗണിച്ചിട്ടുണ്ടാവുക? ഇതിന്റെ ഒരു നിരീക്ഷണം പറയാമോ? സ്വാഭാവികമായിട്ടും ഏതൊരു പ്രത്യേകിച്ച് ഇതുപോലത്തെ കേസുകളിൽ ജാമ്യം അനുവദിക്കുമ്പോൾ വളരെ കർശനമായിട്ടുള്ള കണ്ടീഷൻസ്, ബെയിൽ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യും. അതിനകത്ത് ഒരു അസ്വാഭാവികതയൊന്നുമില്ല. അതൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. രണ്ടാമത്, ഈ ഇതുപോലത്തെ കേസുകളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് റിമാൻഡ് മജിസ്ട്രേറ്റ് ബെയില് കൊടുക്കൂല. കോടതി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലീസ് കൊടുക്കുന്ന റിമാൻഡ് റിപ്പോർട്ടും ബാക്കി ഡോക്യുമെന്റ്സും ഒക്കെ കൂലങ്കക്ഷമായിട്ട് പരിശോധിച്ച് ഒരു ഇൻഡിപെൻഡന്റ് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് നടത്തിയിട്ട് വേണം ബെയിലും മറ്റ് കാര്യങ്ങളും റിമാൻഡും എല്ലാം ഡിസൈഡ് ചെയ്യാനെന്നാണ്. അതാണ് സുപ്രീം കോടതിയുടെ കർശനമായിട്ടുള്ള ഡയറക്ഷൻ. സർണേഷ് കുമാർ കേസുകളിലടക്കം ബ്ലൈൻഡ് ആയിട്ട് റിമാൻഡ് ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യൽ ഓഫീസേഴ്സിന്. കാരണം ഇതിനകത്ത് എന്ത് വന്നാലും ലോവർ ജുഡീഷ്യറി ബ്ലൈൻഡ് ആയിട്ട് റിമാൻഡ് ചെയ്യുന്നത് അവർക്കെതിരെ നടപടി വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിനെ അവിടെ നിന്ന് അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോയി. ആ ഹോട്ടൽ മുറിക്കകത്തുനിന്ന് കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ച് അറസ്റ്റ് മെമ്മോ പോലീസ് തയ്യാറാക്കിയില്ല. സുപ്രീം കോടതിയുടെ DK ബസു കേസിൽ പറഞ്ഞിട്ടുള്ളത് ഇൻ ഓൾ കേസസ് ഓഫ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ദി അറസ്റ്റ് മെമ്മോ ഹാസ് ടു ബി പ്രിപ്പയർഡ് അറ്റ് ദി ടൈം ആൻഡ് സ്പോട്ട് ഓഫ് അറസ്റ്റ് ഓർ ഡീറ്റൻഷൻ. അറസ്റ്റ് ഓർ ഡീറ്റൻഷൻ എന്ന് സുപ്രീം കോടതി അടിവരയിട്ട ജഡ്ജ്മെന്റ് പറഞ്ഞത് ഡീറ്റൻഷനിലെടുത്ത് കസ്റ്റഡിയും അറസ്റ്റും തമ്മിൽ പോലീസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മനഃപൂർവ്വം ശ്രമിക്കും. ഈ കേസിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇന്ന സമയത്ത് ഇന്ന ദിവസം കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ട കൊണ്ടുവന്ന് അവിടെ വെച്ച് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയുടെ മാനദണ്ഡം അനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അറസ്റ്റ് ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ടില്ല എന്ന്. ഇത് സുപ്രീം കോടതിയെ ഇതുപോലെ ഹ്യൂമിലിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടപടി ഒരു തുടക്കം മുതൽ കേരള പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. കാരണം സുപ്രീം കോടതിയുടെ അറസ്റ്റ് നിബന്ധനകൾ പാടെ ലംഘിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളതൊക്കെ പാലിക്കുന്നു എന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കി അത് കെട്ടിച്ചമയ്ക്കും. ഇപ്പൊ ഈ റിമാൻഡ് റിപ്പോർട്ട് ഒരു മജിസ്ട്രേറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് സ്വാഭാവികമായിട്ടും DK ബസു കേസിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന, ഒരുമാതിരിപ്പെട്ട എല്ലാ മജിസ്ട്രേറ്റ്മാർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ സ്വാഭാവികമായിട്ട് ചോദിക്കും, വൈ ഡിഡ് യു അബ്ഡക്റ്റ് ഹിം? എന്തുകൊണ്ട് നിങ്ങൾ അവിടെ വെച്ച് അറസ്റ്റ് മെമ്മോ തയ്യാറാക്കിയില്ല? വൈ ഡിഡ് യു വയലേറ്റ് ദ സുപ്രീം കോർട്ട്സ് ഓർഡേഴ്സ് എന്ന് ആ മജിസ്ട്രേറ്റ് ചോദിച്ച് കർശനമായിട്ട് പോലീസിനെ വിമർശിക്കേണ്ട ഒരു കേസാണ്. അത് നടന്നില്ല. ബ്ലൈൻഡ് ആയിട്ട് റിമാൻഡ് ചെയ്തു. പിന്നെ ലോവർ ജുഡീഷ്യറി കാണുന്ന വേറെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഇതുപോലത്തെ കേസ്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ നേരത്തെ നമ്മൾ തമ്മിലുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഫസ്റ്റ് റിമാൻഡ് 14 days അത് കഴിയാതെ കൊടുക്കില്ല. സെക്കൻഡ് റിമാൻഡും ചിലപ്പോൾ കഴിഞ്ഞേ കൊടുക്കുള്ളൂ ബെയില്. പിന്നെ ഈ അഡ്വക്കേറ്റ്സും ഇതൊന്നും ബോധേഡല്ല. അവരും ഇത് ഫസ്റ്റ് റിമാൻഡ് കിട്ടൂല, ഇങ്ങനെ ഒരു പ്രിസംഷനിലാണ് അവർ നീങ്ങുന്നത്. പിന്നെ അവരും ഈ വയലേഷൻസ് ഒന്നും ക്ലിയർ കട്ടായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാറില്ല സാധാരണ ബെയിൽ ആപ്ലിക്കേഷൻ. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൊടുക്കാത്തത് വിഹാൻ കുമാറിന്റെ അടക്കമുള്ള ജഡ്ജ്മെന്റിന് ശേഷമാണ് മിഹിർ രാജേഷ് ഷാ വന്നത്. 2 മണിക്കൂറിന് മുമ്പെങ്കിലും കൊടുത്തിരിക്കണം. അതൊന്നും പോയിന്റ് ഔട്ട് ചെയ്യില്ല പ്രോപ്പറായിട്ട്. അപ്പൊ ഇവിടെ തന്നെ 5/1/2026 സുപ്രീം കോടതി മധ്യപ്രദേശിലെ ഒരു മജിസ്ട്രേറ്റിനെ 2015 മജിസ്ട്രേറ്റ് അല്ല, സെഷൻസ് ജഡ്ജ് 2015 അദ്ദേഹത്തിന് ടെർമിനേറ്റ് ചെയ്തു. കൈക്കൂലി വാങ്ങിച്ച് ബെയിൽ കൊടുത്തു എന്നും പറഞ്ഞു ഒരു അക്ബാരി കേസിൽ. അത് മധ്യപ്രദേശ് ഹൈക്കോടതി അടക്കം ശരിവെച്ചു. പക്ഷെ സുപ്രീം കോടതി 5/1/2026 അദ്ദേഹത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. അത്രയും കാലത്തെ വേജൻസും എല്ലാം ബെനിഫിറ്റ്സോടുകൂടി ഹി വാസ് റീഇൻസ്റ്റേറ്റഡ്.
ഓ. അപ്പൊ അതിനകത്ത് സുപ്രീം കോടതി ആ ജഡ്ജ്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിർഭയ് സിംഗ് എന്ന് പറയുന്ന ഒരു ജഡ്ജിയുടെ കേസാണ്. ഉം. ആ കേസിൽ സുപ്രീം കോടതി വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ ലോവർ ജുഡീഷ്യറി ദേ ആർ പ്ലേയിങ് സേഫ്. അവർ ബെയിൽ കൊടുക്കാത്തത് കൊണ്ട് അവർ ഡിസിപ്ലിനറി ആക്ഷൻ ഇപ്പൊ ലോവർ ജുഡീഷ്യറി ഇത് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ചില വക്കീലന്മാരും കക്ഷികളും ഒക്കെ അവര് ബേസ്ലെസ് അലിഗേഷൻസ് കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് ബെയിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് സേഫർ ആയിട്ടുള്ള ഓപ്ഷൻ. അങ്ങനെ അത് കാരണം ഹൈക്കോടതികളും സുപ്രീം കോടതിയും ദേ ആർ ഫ്ലഡഡ് വിത്ത് ബെയിൽ ആപ്ലിക്കേഷൻ. ഏതാണ്ട് സുപ്രീം കോടതിയുടെ കണക്കനുസരിച്ച് 4 ലക്ഷത്തോളം ബെയിൽ ആപ്ലിക്കേഷൻസ് വിവിധ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉണ്ട്. ഓ. നമ്മുടെ രാജ്യത്തെ ജഡ്ജിമാരുടെ റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവാണ്. 21 ജഡ്ജിമാരാണ് 10 ലക്ഷം ജനങ്ങൾക്കുള്ളത്. ഓ. അപ്പൊ എങ്ങനെയാണ് ഈ കേസുകളെല്ലാം കൂടെ ഇവര് കൈകാര്യം ചെയ്ത് ഇവർക്ക് നീതി ഉറപ്പിക്കാൻ കഴിയുക? അതുകൊണ്ട് സുപ്രീം കോടതി അർണേഷ് കുമാർ ജഡ്ജ്മെന്റിന്റെ ഗൈഡൻസ് അടക്കം മജിസ്ട്രേറ്റുമാർ, റിമാൻഡ് മജിസ്ട്രേറ്റുമാർ കണക്കിലെടുത്ത് സ്വധൈര്യം ബെയില് കൊടുക്കണമെന്നും അനാവശ്യമായിട്ട് ജഡ്ജിമാർക്കെതിരെ പരാതിയുമായി വരുന്നവർക്കെതിരെ കർശന നടപടി, എസ്പെഷ്യലി ഈ ബാർ കൗൺസിലിന്റെ ഭാഗത്തുനിന്നും ബാറിലെ മെമ്പേഴ്സിന്റെ ഭാഗത്തുനിന്നും ബേസ്ലെസ് അലിഗേഷൻസ് വന്നാൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്നും കൂടെ ആ ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി പറയുകയുണ്ടായി. ഓക്കെ സാർ. അപ്പൊ അതിന് പറയാൻ കാരണം ഇതുപോലത്തെ കേസുകളിലൊന്നും ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്, മറ്റേ കേസ് ഞാൻ പറഞ്ഞത് നിർഭയ സിംഗ് സുലിയ എന്നാണ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. ഓക്കെ. അതിനാണ് സുപ്രീം കോടതി ആ ജഡ്ജിയെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ കഴിഞ്ഞു. കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ വേണമെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തു. ഇനി വിദേശത്ത് താമസിക്കുന്ന ഒരു പ്രതിയെ ഭീഷണിപ്പെടുത്താനോ ആ പ്രതിക്ക് മൊഴി മാറ്റി പറയാനോ എവിഡൻസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാനോ ഒന്നും അദ്ദേഹത്തിന് സാധിക്കുകയില്ല. ഒപ്പിട്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ഗിവൻ ടു ദി പോലീസ്. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു രീതിയിലും അതിലൊന്നും മാറ്റം വരുത്താനായിട്ട് സ്കോപ്പില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഇവിടെ പിന്നെ ആബ്സ്കോണ്ട് ചെയ്യാൻ ഒരു സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA. ഒരിടത്തും അദ്ദേഹത്തിന് അങ്ങനെ ഒളിച്ചോടി പോകാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ നമ്മുടെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാറിന്റെ കാലം മുതൽ ഒരു ജുഡീഷ്യൽ ഡിക്റ്റം, അദ്ദേഹമാണ് ആദ്യമായിട്ട് അത് പറയുന്നത് സുപ്രീം കോടതിയിൽ ഇരുന്നപ്പോ, ബെയിൽ നോട്ട് ജയിൽ. ബെയിൽ ഇസ് ദി ഫസ്റ്റ് ഓപ്ഷൻ ആൻഡ് ജയിൽ ഇസ് ദ ലാസ്റ്റ് ഓപ്ഷൻ എന്നാണ് ബഹുമാനപ്പെട്ട VR കൃഷ്ണയ്യർ സാർ പറഞ്ഞത്. അത് പിന്നീട് ഇന്ത്യൻ സുപ്രീം കോടതി നിരവധി ജഡ്ജ്മെന്റ്സിൽ അത് ആവർത്തിച്ച് റീഇറ്ററേറ്റ് ചെയ്ത് ഇറ്റ് ഹാസ് ബിക്കം എ ബെഡ്റോക്ക് പ്രിൻസിപ്പിൾ, ഒരു ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞു നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ. അപ്പം അത് കൊണ്ട് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ഏതൊരു ഗിൽറ്റി പേഴ്സണിന് ഹി ഈസ് എൻടൈറ്റിൽഡ് ടു പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. ബെയിലാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇതിനകത്ത് അദ്ദേഹത്തിന് ബെയിൽ ഡിനൈ ചെയ്ത് അദ്ദേഹത്തിനെ ജയിലിൽ വെക്കുക പണിഷ് ചെയ്യാനുള്ളതല്ല, കോടതിയാണ് പണിഷ്മെന്റ് തീരുമാനിക്കുക. പോലീസ് എന്ന് പറയുന്നത് അവരെ ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തെളിവ് കണ്ടുപിടിച്ച് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കുറ്റം തെളിയിച്ച് കോടതിയാണ് കുറ്റം ശിക്ഷിക്കേണ്ടത്. എത്ര ദിവസം ഒരാൾ ജയിലിൽ കിടക്കണമെന്നും അദ്ദേഹം എന്ത് ശിക്ഷ അനുഭവിക്കണമെന്നും ഒക്കെ കോടതിയാണ് തീരുമാനിക്കാനുള്ള, പോലീസും നാട്ടുകാരുമല്ല. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ജയിലിൽ കിടത്തുക എന്നുള്ളത് ഒരു പണിഷ്മെന്റ് ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ആരെയായാലും ഇന്ത്യയിൽ ഒരുപാട് ലക്ഷക്കണക്കിന് അണ്ടർ ട്രയൽസ് ഉണ്ട്. പലരും അവർ ചെയ്ത കുറ്റത്തിന് 6 മാസം ശിക്ഷ കിട്ടുന്നവര്, 8 വർഷം ജയിലിൽ കിടക്കുന്നവർ, 10 വർഷം ജയിലിൽ കിടക്കുന്നവരുണ്ട്. ആ പാവങ്ങൾക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് നമ്മുടെ രാജ്യത്തെ ഒരു ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ പോലത്തെ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ബെസ്റ്റ് ഓഫ് ലോയേഴ്സിനെ അഫോർഡ് ചെയ്യാം. അജിത്തിനെയൊക്കെ പോലത്തെ ലോയേഴ്സിനെ അഫോർഡ് ചെയ്യാം. പാവങ്ങൾക്ക് ആരെയും ഇല്ല. അവർക്ക് ലീഗൽ എയ്ഡ് സർവീസ് സൊസൈറ്റിന്ന് കൊടുക്കുന്ന ലോയേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കേസിൽ തീർച്ചയായിട്ടും ജാമ്യത്തിന് എൻടൈറ്റിൽഡ് ആണ്. അദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ നമുക്ക് കോടതി തീരുമാനിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ബെയിൽ എൻടൈറ്റിൽമെന്റ് ഉണ്ട്. അത് ഇന്ന് കറക്റ്റ് ആയിട്ട് സെഷൻസ് കോടതി കൊടുത്തിട്ടുണ്ട്.
ഇനി ആ വിധിന്യായത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വിധിന്യായം വായിച്ചാൽ മാത്രമേ നമുക്ക് പറയാനൊക്കുള്ളൂ. ബെയിൽ ഓർഡർ വായിക്കണം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും സാധാരണ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല, ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പാടില്ല, പിന്നെ പോലീസ് വിളിക്കുമ്പോൾ ദിവസം ഇന്ന ആഴ്ചയിൽ ഇന്ന ദിവസം പോയി അവിടെ പോലീസിന്റെ മുമ്പിൽ ഹാജരാകണം, ഇത്ര നാളത്തേക്ക് രാജ്യം വിടാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാൻഡേർഡ് ബെയിൽ കണ്ടീഷൻസ് അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് വെക്കാൻ സ്പെഷ്യൽ ബെയിൽ കണ്ടീഷൻ ഒന്നും കാണില്ല. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ കർശനമായിട്ടുള്ള നിബന്ധനകളോട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അടിവരയിട്ട് എക്സ്പെർട്സ് ആയിട്ട് പറയും. ഇത് 100 കണക്കിന് ബെയിൽ ആപ്ലിക്കേഷന്റെ ബെയിൽ ഓർഡേഴ്സിൽ വരുന്ന കണ്ടീഷൻസ് മാത്രമായിരിക്കും അതിനകത്തുള്ളത് എന്ന് ഞാൻ ഇപ്പോഴേ വിനയപുരസരം പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ഏത് ഇതുപോലത്തെ സമാന്തര കേസുകളിൽ എടുത്താലും സാധാരണ കോടതി സ്റ്റാൻഡേർഡായിട്ട് ഇമ്പോസ് ചെയ്യുന്നതല്ലാത്ത ഒരു സ്പെഷ്യൽ എക്സ്ട്രാ ബെയിൽ കണ്ടീഷൻ ഒന്നും ഇതിനകത്ത് കാണാൻ സാധ്യതയില്ല. അത് എൻ്റെ അടുത്ത് ഐശ്വര്യ ഇങ്ങനെ കർക്കശമായിട്ടുള്ള ബെയിൽ കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ലാരിഫൈ ചെയ്തതാണ്. ഓക്കെ സാർ, മനസ്സിലായി. അതായത് ഇവിടെ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ തന്നെ അപായപ്പെടുത്തും എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെയും എന്തായാലും കോടതി ഇവിടെ ചോദ്യം ചെയ്തിട്ടുണ്ടാവണമല്ലോ. NRI ആയിട്ടുള്ള ഒരു യുവതിയെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വക്കീല് അതിനെ ശക്തമായി എതിർത്ത് കാണും. എതിർക്കാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്തൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്താലും നമ്മളൊരു ടെസ്റ്റ് ഓഫ് റീസണബിൾനെസ് അപ്ലൈ ചെയ്താൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും അപായപ്പെടുത്തില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ താല്പര്യമാണ് ഇവർ സർവൈവ് ചെയ്യണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ സർവൈവലിന് തന്നെ ഈ വിക്ടിംസ് സർവൈവ് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു കാർ ആക്സിഡന്റിൽ ഇതിനകത്ത് ആരോപണം ഉന്നയിച്ച ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സീരിയസ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ മരണമോ സംഭവിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗതി എന്തായിരിക്കും ഈ രാജ്യത്ത്? അതെ. അപ്പൊ നമ്മൾ ലോജിക്കലായി ചിന്തിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഈ പ്രതികളെ ഒന്നും ഒരു രീതിയിലും അപായപ്പെടുത്താനായിട്ട് ഒരു സാധ്യതയുമില്ല. അദ്ദേഹത്തിന്റെ താല്പര്യമാണ് ഇവരെല്ലാവരും ജീവിച്ച് സുരക്ഷിതമായിരിക്കുക എന്നുള്ളത്. 2, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. ഇനി അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ വെച്ച് ഇവരെ ഇന്റിമിഡേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇന്റിമിഡേറ്റ് ഒന്നും ചെയ്യാൻ നോക്കില്ല. കാരണം അപ്പൊ ലിമിറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോലും ഓപ്ഷൻ ഉള്ളൂ. അദ്ദേഹം ഇത് വിചാരണ നേരിടാതെ ഒളിച്ചോടി പോകാനോ അബ്സ്കോണ്ട് ചെയ്യാനോ ഒന്നും സാധ്യതയില്ല. കസ്റ്റോഡിയൽ ഇന്ററോഗേഷന്റെ ആവശ്യമില്ല. കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ കഴിഞ്ഞു. അപ്പൊ പിന്നെ തെളിവ് നശിപ്പിക്കാൻ അദ്ദേഹത്തിന് സ്കോപ്പില്ല. ഓക്കെ സാർ, ഓക്കെ. എന്തായാലും ഇതിന്റെ ജഡ്ജ്മെന്റിന്റെ കോപ്പി കൂടി വന്നതിന് ശേഷം നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്നുകൂടി സംസാരിക്കാം. എന്റെ ആഗ്രഹമായിരിക്കും. പക്ഷെ ചിലപ്പോൾ സാധ്യതയുള്ളത് വിഹാൻ കുമാറിൽ പറഞ്ഞിട്ടുള്ള മിഹിർ രാജേഷായി പറഞ്ഞിട്ടുള്ള ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൊടുത്തിട്ടില്ല സമയബന്ധിതമായി എന്നുള്ള ഒരു കാര്യം അവിടെ പോയിന്റ് ഔട്ട് ചെയ്തേക്കും. ഇപ്പൊ തന്നെ പഞ്ചാബ് ആൻഡ് ഹരിയാന കോടതി അറസ്റ്റ് മെമ്മോയ്ക്കകത്ത് തന്നെ ഡീറ്റെയിൽ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാഹുലിനെ അബ്സ്കോണ്ട് ചെയ്തു എന്നുള്ള രീതിയിൽ കേസ് മാറിയും എങ്ങനെ കേസ് മാറാൻ നോക്കും? അബ്ഡക്ട് ചെയ്തു, അദ്ദേഹത്തിനെ അബ്ഡക്ട് ചെയ്തു. അബ്ഡക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ കേസ് മാറിക്കഴിഞ്ഞാൽ ഈ പോലീസുകാർക്കെതിരെയും കേസ് അങ്ങനെ മാറത്തില്ല. കേസ് അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു കോടതിയും പറയില്ല അബ്ഡക്ട് ചെയ്തുകൊണ്ട് പോയിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വക്കീലന്മാരും FIR ലോഞ്ച് ചെയ്യാനായിട്ട് നടപടികൾ എടുക്കണം. രാഹുൽ അങ്ങനെ ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് രാഹുൽ അങ്ങനെ അബ്ഡക്ട് ചെയ്തു എന്നും പറഞ്ഞ് കേസിന് പോയാൽ ഈ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരും അതിന് നേതൃത്വം നൽകിയ പൂങ്കുഴലി എന്നല്ലേ പൂങ്കുഴലി IPS ഉദ്യോഗസ്ഥ അടക്കം അവർക്ക് ഇതിനകത്ത് വിക്കേരിയസ് ലയബിലിറ്റി എസ്കേപ്പ് ചെയ്യാൻ ഒക്കില്ല. വിക്കാരിയസ് ലയബിലിറ്റി അവർക്കുണ്ട്. ആ വിക്കാരിയസ് ലയബിലിറ്റി ഉള്ളിടത്തോളം കാലം ഇവരെല്ലാവരും ശിക്ഷ നേരിടേണ്ടി വരും. കമാൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് IPS ഉദ്യോഗസ്ഥയ്ക്കാണ്. അവിടെ അബ്ഡക്ഷനാണ്. അത് മാത്രമല്ല
സുപ്രീം കോടതിയുടെ DK ബസു വയലേഷന് കണ്ടംപ്റ്റ് അദ്ദേഹം ഹൈക്കോടതി പോയാലും all these people will be informed. ഓ ഷുവർ സാർ. എന്തായാലും ഇന്നിപ്പോ ആദ്യത്തെ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന ദിവസമാണ്. അതെ. അപ്പോൾ അതിന്റെയും കൂടി വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം നമുക്കൊന്നുകൂടി ഇരിക്കാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ സാർ. താങ്ക് യു സാർ. താങ്ക് യു.